ഇന്നത്തെ ടോപ്പിക് ക്ലാസ്സസ് ഒബ്ജക്ട്സ് ആൻഡ് മെത്തേഡ്സ് ഇൻ ജാവ. ക്ലാസ് എന്ന് ഓൾറെഡി അറിയാം. C++ൽ തരുന്ന അതേ കോൺസെപ്റ്റ് തന്നെയാണ്. ഡേറ്റയും അതുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഫങ്ഷൻസിനെ ഒന്നിച്ചാക്കി ആ എൻറ്റിറ്റി എന്ത് പറയും? ക്ലാസ് എന്ന് പറയും. ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബ്ലൂ പ്രിൻ്റ് തന്നെയാണ്. അതിൽ നിന്നൊരു ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റ് ഉണ്ടാക്കി നമുക്ക് കറസ്പോണ്ടിങ് ഫങ്ഷൻസും ഡേറ്റ മെമ്പേഴ്സിനെയും യൂസ് ചെയ്യും. ഡേറ്റ ഐറ്റംസ് അല്ലെങ്കിൽ ഡേറ്റ മെമ്പേഴ്സിനെ ജാവയിൽ അതിനെ എന്ത് വിളിക്കും? ഫീൽഡ് എന്ന് വിളിക്കും. ഫങ്ഷനെ വിളിക്കുന്നത് മെത്തേഡ്സ് എന്ന്. എങ്ങനെ ഡിഫൈൻ ചെയ്യാം ഒരു ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ്. C++ൽ എന്തായിരുന്നു? ആദ്യം ക്ലാസ് എന്ന കീവേഡ് യൂസ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ ക്ലാസ് നെയിം കൊടുക്കും. നമ്മൾ കൊടുക്കുന്ന ഏത് നെയിമാണോ അതാണ് ക്ലാസ് നെയിം. പിന്നെ വേണമെങ്കിൽ അതിനെ ജാവയിൽ എന്താ പ്രത്യേകത? അഡീഷണൽ ആയിട്ട് എക്സ്റ്റെൻസ് എന്ന കീവേഡ് യൂസ് ചെയ്ത് ഏതെങ്കിലും പാരൻ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ അതും കൂടെ എഴുതും. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ അതിൻ്റെ കൂടെ എക്സ്ട്രാ വരുന്നത്? ആക്സസ് മോഡിഫയർ അല്ലെങ്കിൽ വിസിബിലിറ്റി മോഡിഫയർ. C++ൽ 3 ഉണ്ടായിരുന്നു: പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെ വരാം? ആക്സസ് മോഡിഫയർ ഫോളോഡ് ബൈ ക്ലാസ് എന്ന കീവേഡ് ഫോളോഡ് ബൈ ഐഡൻറ്റിഫയർ, ഒരു പേര് തിരിച്ചറിയാൻ വേണ്ടി ഒരു പേര്. പിന്നെ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞ കീവേഡ് കൊടുത്തിട്ട് സൂപ്പർ ക്ലാസ് അല്ലെങ്കിൽ പാരന്റ് ക്ലാസിൻ്റെ പേരും കൂടെ ചേർക്കും. ക്ലാസിൻ്റെ അകത്ത് എന്തൊക്കെ വരാം? ഫീൽഡ്. നേരത്തെ പറഞ്ഞു ഡേറ്റ ഐറ്റംസിനെ ഫീൽഡ് എന്നും പറയും, ഫങ്ഷൻസിനെ മെത്തേഡ് എന്നും പറയും. ഇപ്പോൾ കറസ്പോണ്ടിങ് ഡിക്ലറേഷൻ കൊടുക്കണം. ഫീൽഡ് ഡിക്ലറേഷനും മെത്തേഡ് ഡിക്ലറേഷനും അല്ലെങ്കിൽ മെത്തേഡ് ഡെഫിനിഷനും കൊടുക്കണം. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ C++ൽ എന്തില്ലായിരുന്നു? C++ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഇതിൻ്റെ അവസാനം ഒരു സെമി കോളം വരില്ല. C++ൽ ക്ലാസിൻ്റെ അവസാനം ഇവിടെ ആയിട്ട് ഒരു സെമി കോളം വരും. വേറെ ഈ കേസിൽ സെമി കോളൻ ഇല്ല. എക്സാമ്പിൾ ഓഫ് ക്ലാസ് ഫോർ എക്സാമ്പിൾ കൊണ്ട് എഴുതിയിട്ടുണ്ട്. പബ്ലിക് എന്ന് പറഞ്ഞാൽ അത് ആക്സ് അല്ലെങ്കിൽ വിസിബിലിറ്റി മോഡിഫയർ ആണ്. ഫോളോഡ് ബൈ ഒരു കീവേഡ് ക്ലാസ്. ക്ലാസ് എന്നറിയാൻ വേണ്ടി കീവേഡ് ക്ലാസ്. ആ ക്ലാസിൻ്റെ പേര് എന്താ ഇവിടെ? വെഹിക്കിൾ. ഇനി ക്ലാസ് മെമ്പർ അല്ലെങ്കിൽ ഫീൽഡ് മെമ്പേഴ്സാണ് ഇത്. ഇത് വിസിബിലിറ്റി മോഡാണ്. ഏതിൻ്റെ? ഓരോ മെമ്പേഴ്സിൻ്റെ വിസിബിലിറ്റി മോഡ്. ഇനി ഇൻഡെന്ന് ഉദ്ദേശിക്കുന്നത് അത് ഏതാണ്? ഇൻറ്റിജർ ആണോ? ഏതോ ടൈപ്പാണ്? ഇൻറ്റിജർ, ഫ്ലോട്ട്, സ്ട്രിങ് എന്ത് വേണേ ആവാം. അതിൻ്റെ കറസ്പോണ്ടിങ് വേരിയബിളിൻ്റെ പേര് എന്താണ്? അല്ലെങ്കിൽ വേരിയബിളിൻ്റെ പേര് ഫോർ എക്സാമ്പിൾ ഡോർ ഏത് ടൈപ്പാണ്? ഇൻറ്റിജർ. അത് പ്രൈവറ്റ്ലി ആക്സസിബിൾ ആണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ നെയിം, അത് ഇൻറ്റിജർ ടൈപ്പാണ്, പ്രൈവറ്റ്ലി ആക്സസിബിൾ ആണ്, പ്രൈവറ്റ്ലി ഉള്ളി. ഇനി അതിൽ പ്രൈവറ്റ് ആക്സസിബിലിറ്റി ഉള്ളൂ. അടുത്ത കളർ എന്ന് പറയുന്നത് അത് സ്ട്രിങ് ആണ്. സ്ട്രിങ് അതാണ് പ്രൈവറ്റ് ആക്സസേ ഉള്ളൂ. അതേപോലെ അടുത്ത ക്ലാസ് മെത്തേഡ്സ് എന്താണ് ഇവിടെ? ആ മെത്തേഡിൻ്റെ പേര് റൺ. വോയിഡ് എന്ന് പറയുമ്പോൾ ക്ലാസ് മെത്തേഡ് ഫോർ എക്സാമ്പിൾ റൺ എന്ന മെത്തേഡ് കഴിയുമ്പോൾ ഒന്നും റിട്ടേൺ ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ വോയിഡ് എടുക്കും. ഫോർ എക്സാമ്പിൾ ഒരു ഇൻറ്റിജർ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വോയിഡ് മാറി എന്ത് ആവും? ഇൻറ്റിജർ ആവും. ഇനി ഇത് പബ്ലിക്ലി ആക്സസിബിൾ ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കണം? ഇവിടെ പബ്ലിക് എന്ന് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റ് കൊടുക്കാം. ബൈ ഡിഫോൾട്ട് മെത്തേഡ്സ് എല്ലാം പബ്ലിക്കാണ് കൊടുക്കുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഫീൽഡ് ഡിക്ലറേഷൻ. എങ്ങനെയാണ് ഫീൽഡ് ഡിക്ലെയർ ചെയ്യുന്നത്? നമുക്കറിയാം, നേരത്തെ പറഞ്ഞ സെയിം മെത്തേഡ് തന്നെ ഫീൽഡ് ഡിക്ലറേഷൻ. ഞാൻ വേരിയബിൾസ് ആണ് ഉദ്ദേശിക്കുന്നത്. വേരിയബിൾസ് ഡിഫൈൻഡ് വിത്തിൻ എ ക്ലാസ് ആർ ഇൻസ്റ്റൻറ്റ് വേരിയബിൾസ്. ആ വേരിയബിൾസിനെ നമ്മൾ ഉണ്ടാക്കിയ വേരിയബിൾസ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ വേരിയബിൾസ് ക്രിയേറ്റ് ആവും. അപ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ എങ്ങനെയാണ്? ഇപ്പോൾ ഒബ്ജക്റ്റിൻ്റെ പേര് എന്തായിരിക്കണം, അതേത് ടൈപ്പ് ആയിരിക്കണം, എന്നാലും ആക്സസ് മോഡിഫയർ എന്തായിരിക്കണം എന്നെല്ലാം കൊടുക്കണം. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇൻസ്റ്റൻറ്റ് വേരിയബിൾ ക്യാൻ ബി ഡിക്ലെയർ എന്ന് പറഞ്ഞാൽ അത് പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്യാം, പ്രൈവറ്റായിട്ട് ഡിക്ലെയർ ചെയ്യാം, അല്ലെങ്കിൽ ഡിഫോൾട്ട് മോഡിഫയർ കൊടുക്കാതെ തന്നെ ഡിക്ലെയർ ചെയ്യും. കുഴപ്പമൊന്നുമില്ല. ബുക്ക് അനുസരിച്ച് വ്യത്യാസം വരും. ഈ കേസ് ബുക്കുള്ള ഒരു എക്സാമ്പിൾ വെച്ചെടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് കൊടുത്ത്, ഞാൻ ആക്സസ് മോഡിഫയർ പ്രൈവറ്റ് കൊടുത്ത്, പിന്നെ ഏത് ടൈപ്പാണ്? ഇൻറ്റിജർ ടൈപ്പാണോ, ഫ്ലോട്ടാണോ, ഡബിളാണോ എന്തെങ്കിലും കൊടുത്ത് അത് ടൈപ്പ് കൊടുത്ത്, ഡേറ്റ ടൈപ്പ് കൊടുത്ത്, പിന്നെ അതിൻ്റെ പേര് അല്ലെങ്കിൽ അതിൻ്റെ ഐഡൻറ്റിഫയർ പേര് കൊടുക്കുക. ഫോളോഡ് ബൈ എ സെമി കോളൻ വന്നാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ആയി എന്നാണ് തിരിച്ചറിയുന്നത്. അടുത്ത ടോപ്പിക്ക് മെത്തേഡ് ഡിക്ലറേഷൻ. മെത്തേഡ് ഡിക്ലറേഷൻ സെയിം നേരത്തെ പറഞ്ഞ തന്നെയാണ്. എന്താണ്? ആക്സസ് മോഡിഫയർ പബ്ലിക് കൊടുക്കുക അല്ലെങ്കിൽ പ്രൈവറ്റ് കൊടുക്കുക. ബൈ ഡിഫോൾട്ട് പബ്ലിക് തന്നെയാണ്. പിന്നെ റിട്ടേൺ ടൈപ്പ്, ഞാൻ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം എന്തെങ്കിലും റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻറ്റിജർ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഈ കേസിൽ ഇൻപുട്ടായിട്ട് അല്ലെങ്കിൽ ആർഗ്യുമെൻ്റ് ആയിട്ട് 2 എണ്ണം കിട്ടുന്നു, എയും ബിയും. അതുകൊണ്ട് ആഡ് ചെയ്തിട്ട് ഈ എക്സിക്യൂഷൻ വിളിക്കുന്ന സമയത്ത് ആഡ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യും. A+B ഈസ് റിട്ടേൺ ടു ദ ഫംഗ്ഷൻ ഇറ്റ് ഈസ് ബീയിങ് കോൾഡ്.
ഈ കോൾ ചെയ്യുന്ന ആരാണോ അവർക്ക് ആ വാല്യൂ റിട്ടേൺ ചെയ്യും. A+B ഇൻറ്റിജർ ആയതുകൊണ്ട് ആ വാല്യൂ എവിടെ പോകും? റിട്ടേൺ ആരാണോ വിളിച്ചത് അയാൾക്ക് അത് ഫോർവേഡ് ചെയ്യും. അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ദിസ് ഇസ് സിമിലർ ടു ദാറ്റ് ഓഫ് ദിസ് മെത്തേഡ് ഡിക്ലറേഷൻ ഇസ് സിമിലർ ടു ദാറ്റ് വി ലേൺഡ് ഇൻ C++. അടുത്തത് എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? യൂസിങ് ദ കീവേഡ് ന്യൂ അല്ലെങ്കിൽ യൂസിങ് ന്യൂ ഓപ്പറേറ്റർ. C++ ചെയ്ത അതേ മെത്തേഡാണ്. ആദ്യം അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ റെക്റ്റാങ്കിൾ എന്ന ക്ലാസ് ഉണ്ടെന്ന് വിചാരിച്ചോ. എക്സാമ്പിൾ ഓഫ് ക്രിയേറ്റിംഗ് എ ഒബ്ജക്റ്റ് ഓഫ് ക്ലാസ് റെക്റ്റാങ്കിൾ. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഒരു ക്ലാസ്, അതിൻ്റെ ഫോളോഡ് ബൈ നെയിം. അപ്പോൾ ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഒബ്ജക്റ്റിൻ്റെ പേര് എന്താണ്? rect1. ഇനി rect1 എന്ത് ചെയ്യണം? ഇനിഷ്യലൈസ് ചെയ്യണം. അത് എങ്ങനെ ചെയ്യും? rect1 ഈക്വൽ ടു ന്യൂ ഓപ്പറേറ്റർ, അല്ലെങ്കിൽ ഇതൊരു കീവേഡ് ന്യൂ ഫോളോഡ് ബൈ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. കൺസ്ട്രക്ടറിൻ്റെ പ്രത്യേകത എന്താണ്? ഏതാണോ ക്ലാസിൻ്റെ പേര് അതേ ക്ലാസ് പേര് എഴുതുക. ഫോർ എക്സാമ്പിൾ ക്ലാസിൻ്റെ പേര് എന്തായിരുന്നു? റെക്റ്റാങ്കിൾ. അപ്പോൾ റെക്റ്റാങ്കിൾ ഫോളോഡ് ബൈ 2 ബ്രാക്കറ്റ്സ്. ഇതൊരു ഡിഫോൾട്ട് കൺസ്ട്രക്ടറാണ്. C++ പഠിച്ച അതേ സാധനം തന്നെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. ക്ലാസ് നെയിം തന്നെയാണ് വരുന്നത്. സോ ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ ഫോളോഡ് ബൈ ക്ലാസ് നെയിം 2 ബ്രാക്കറ്റ്സ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഒബ്ജക്ട്സ് എല്ലാം ഇനിഷ്യലൈസ് ചെയ്യും. ഇത് വേണമെങ്കിൽ ഒന്നിച്ച് എഴുതാം. ഇത്രയുള്ള വ്യത്യാസം. റെക്റ്റാങ്കിൾ rect1 ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ ഓപ്പറേറ്റർ ഫോളോഡ് ബൈ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. ഇങ്ങനെയും ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്യാം. അപ്പോൾ എങ്ങനെ ക്ലാസ് മെമ്പേഴ്സ് ആക്സസ് ചെയ്യാം? ബൈ യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ. ഒബ്ജക്റ്റും കൺസേൺഡ് ഒബ്ജക്റ്റും ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് നമുക്ക് ആക്സസ് ചെയ്യാം. എങ്ങനെ? ഒബ്ജക്റ്റ് നെയിം ഫോളോഡ് ബൈ ഡോട്ട് വേരിയബിൾ നെയിം, ഇതിൻ്റെ അകത്തുള്ള ഫീൽഡിൻ്റെ പേര് അല്ലെങ്കിൽ വേരിയബിൾ നെയിം അങ്ങ് കൊടുക്കുക. അല്ലെങ്കിൽ ഒബ്ജക്റ്റ് നെയിം നമ്മൾ മെത്തേഡ് വിളിക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റ് നെയിം ഫോളോഡ് ബൈ ഡോട്ട് ഫോളോഡ് ബൈ ദ മെത്തേഡ് നെയിം. പാരാമീറ്റർ ഉണ്ടെങ്കിൽ പാരാമീറ്ററും കൂടെ കൊടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ വിളിക്കുകയാണ് ഒരേ ലെങ്ത്തിലോട്ട് ഞാൻ റെക്റ്റാങ്കിൾ എന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്തിലോട്ട് ഞാൻ 15 എന്ന വാല്യൂ സേവ് ചെയ്യണം. അപ്പോൾ എങ്ങനെ വിളിക്കും? rect1 is ഒബ്ജക്റ്റിൻ്റെ പേര്, നേരത്തെ ക്രിയേറ്റ് ചെയ്ത rect1. അത് ഒബ്ജക്റ്റിൻ്റെ പേര് ഡോട്ട് വേരിയബിൾ നെയിം. ഏത് വേരിയബിൾ? നേരത്തെ എന്തെങ്കിലും പേര് കൊടുത്തിട്ട് ലെങ്ത് എന്ന് പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻറ്റ് ലെങ്ത് എന്ന ക്ലാസ്സിൽ ബ്ലൂ പ്രിൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡോട്ട് ആ വേരിയബിൾ ഫീൽഡ് അല്ലെങ്കിൽ ഡേറ്റ മെമ്പറിൻ്റെ പേര് ഈക്വൽ ടു 15 കൊടുക്കുക. എന്ന് വെച്ചാൽ റെക്റ്റാങ്കിൾ 1ൻ്റെ ലെങ്ത്തിലോട്ട് 15 വാല്യൂ സേവായി. റെക്റ്റാങ്കിൾ 1 അതിൻ്റെ ഒരു ലെങ്ത് ഉണ്ട്, അതിലോട്ട് ആ ഡേറ്റ മെമ്പറിലോട്ട് 15 എൻ്റെ വാല്യൂ സേവായി. കറസ്പോണ്ടിങ്ങിലി അടുത്ത അതേപോലെ തന്നെ rect1 ഈക്വൽ ടു വിഡ്ത്ത് ഈക്വൽ ടു 10 എന്ന rect1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൽ വിഡ്ത്ത് ഉണ്ട് എന്നൊരു ഡേറ്റ മെമ്പർ ഉണ്ട്. ആ ഡേറ്റ മെമ്പറിൽ 10 എന്ന വാല്യൂ സേവായി. ഇനി മെത്തേഡ് എങ്ങനെ വിളിക്കുന്ന ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഒരു മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് മെത്തേഡ് എന്ന് വിചാരിച്ചോ. ഗെറ്റ് ഡേറ്റ ഫ്ലോട്ട് വോയിഡ് ഗെറ്റ് ടൈം. ക്ലാസ്സിൻ്റെ അകത്തൊരു മെത്തേഡ് കിടക്കുകയാണ് വോയിഡ് ഗെറ്റ് ഡേറ്റ. ഞാൻ അതിൻ്റെ പേര് ഫ്ലോട്ട് എക്സ് ഫ്ലോട്ട് വൈ എന്ത് ചെയ്യും? ലെങ്ത്തിലോട്ട് എക്സ് സേവ് ആക്കും, ബർത്തിലോട്ട് വൈ സേവ് ആക്കും. അങ്ങനെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ മെത്തേഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ മെത്തേഡ് ക്ലാസ് ഈ റെക്റ്റാങ്കിളിൻ്റെ അകത്ത് ക്ലാസ്സിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു മെത്തേഡ് കിടക്കുന്നുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അതെങ്ങനെ വിളിക്കും? ഒബ്ജക്റ്റിൻ്റെ പേര് നേരത്തെ പറഞ്ഞെന്തായിരുന്നു? ഒബ്ജക്റ്റിൻ്റെ പേര് ഡോട്ട് മെത്തേഡ് നെയിം. അതാണ് ഇവിടെയും ചെയ്യുന്നത്. ഒബ്ജക്റ്റിൻ്റെ പേര് rect1 ഡോട്ട് അതിൻ്റെ മെത്തേഡ് നെയിം എന്താണ്? ഗെറ്റ് ഡേറ്റ. ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ ഇവിടെ ക്യാപിറ്റൽ D ആണ് വരേണ്ടത്, ഞാൻ എഴുതിയപ്പോൾ മാറിപ്പോയതാ. ഇറ്റ് ഇസ് ക്യാപിറ്റൽ D ഹിയർ. ഓക്കെ. റെക്റ്റാങ്കിൾ ഡോട്ട് മെത്തേഡിൻ്റെ നെയിം ഫോളോഡ് ബൈ ഇതിൻ്റെ അകത്ത് 2 പാരാമീറ്റേഴ്സ് ഉണ്ട്, ഫ്ലോട്ട് എക്സും ഫ്ലോട്ട് വൈയും. 2 നമ്പേഴ്സ് കൊടുത്തു. ഫ്ലോട്ടിലോട്ട് ഇൻറ്റീജർ വാല്യൂ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ 15 കൊടുത്താലും 15.0 കൊടുത്താലും 10.0 കൊടുത്താലും വർക്ക് ചെയ്യും. പറയാൻ വേണ്ടി എക്സാമ്പിൾ വേണ്ടി പറഞ്ഞതാണ്. സോ എങ്ങനെ വിളിക്കും? ആ മെത്തേഡ് എങ്ങനെ വിളിക്കും? ഒബ്ജക്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഒബ്ജക്റ്റ് ഫോളോഡ് ബൈ ഡോട്ട് ഫോളോഡ് ബൈ മെത്തേഡ് നെയിം ഗെറ്റ് ഡേറ്റ ഫോളോഡ് ബൈ പാരാമീറ്റർ ഉണ്ടെങ്കിൽ പാരാമീറ്റർ കൊടുക്കുക. എൻ്റെ അകത്ത് പാരാമീറ്റർ ഉണ്ട് ഫ്ലോട്ട് എക്സ് ഫ്ലോട്ട് വൈ. ഇപ്പോൾ 2 നമ്പേഴ്സ് കൊടുക്കേണ്ടി വരും. കൊടുക്കുമ്പോൾ എന്ത് വരും? ലെങ്ത്തിലോട്ട് എന്താവും? ഓട്ടോമാറ്റിക്കലി എക്സ് സേവ് ആവും. എക്സ് എന്തായിരുന്നു? 15. അതേപോലെ വൈ 10 ഇതിലോട്ട് സേവ് ആവും, ബർത്തിലോട്ട് സേവ് ആവും. സോ ദിസ് ഈസ് ഹൗ യു കോൾ എ മെത്തേഡ്.
കോളിംഗ് ദ മെത്തഡ് യൂസിങ് ഓബ്ജക്റ്റ്. അങ്ങനെ ഈ ടോപ്പിക് കഴിഞ്ഞു. സോ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.